ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് കരുതലോടെ ജാഗ്രതയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നോടും അല്ലാഹുവിന്റെ വീട്ടിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാളിന്റെ ഏകദേശം അടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്തയിൽ ഒന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംസാരങ്ങളിലൊക്കെ ഈ മഹാനായ പ്രവാചകനെ ഓർക്കാതെ ഒരു സംസാരവും കടന്നു പോവാറില്ല. ആ പ്രവാചകന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. പ്രഭാത പ്രാർത്ഥനകളിൽ നമ്മൾ ചൊല്ലുമ്പോൾ അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരു പ്രഭാത പ്രാർത്ഥന തുടങ്ങാൻ നമ്മളോട് പറഞ്ഞത്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതിൽ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അവിടെ വരെ അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് നമ്മൾ ആഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കാൻ പറഞ്ഞത്. അല്ലാഹുവേ, ഇസ്ലാമിന്റെ യഥാർത്ഥ ശുദ്ധ പ്രകൃതിയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ചേർത്തു നിർത്തണേ അല്ലാ. സർവശക്തനായ അല്ലാഹുവേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ പഠിപ്പിച്ച നിന്റെ ദീനിൽ ഞങ്ങളെ നീ ചേർത്തു നിർത്തണേ അല്ലാ. വഅലാ മില്ലത്തി അബീനാ, ഞങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഋജുവായ നേരായ ദീനിയായ ആ മില്ലത്തിൽ ഞങ്ങളെ നീ ചേർത്തു നിർത്തണേ അല്ലാ. വമാ കാന മിനൽ മുശ്രിക്കീൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന് നമ്മളോട് എല്ലാ പ്രഭാതത്തിലും പറയാൻ. അതൊരു തൗഹീദിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ച പ്രവാചകൻ എന്ന നിലക്കാണ് സർവശക്തനായ അല്ലാഹു തആല ഈ കാര്യം നമ്മെ ഈ അർത്ഥത്തിൽ തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ നിന്നുള്ള പ്രവാചകനാണ്, ആ മില്ലത്തിലുള്ള ആളാണ് എന്ന് എടുത്തു പറയാറ്. വേണ്ട 5 നേരത്തെ നമസ്കാരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഖുത്ബ ആരംഭിച്ചപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുത്ബ നടക്കുമ്പോ, എല്ലാ സംസാരങ്ങളും നടക്കുമ്പോ ഹംദും സ്വലാത്തും ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെ സ്തുതിക്കുക, സ്വലാത്ത് നിർവഹിക്കുക. ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തിന്റെ പേര് തന്നെ. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കുടുംബത്തിനും
അള്ളാഹുവിന്റെ സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിർവഹിക്കുകയാണ് നമ്മൾ സ്വലാത്തിലൂടെ. അത് 5 നേര നമസ്കാരങ്ങളിലും നമ്മൾ അവസാനത്തെ ഇരുത്തത്തിൽ സലാം പൊട്ടുന്നതിന് മുമ്പായി നിർബന്ധപൂർവ്വം ചൊല്ലുന്ന സ്വലാത്ത്. സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത്, പള്ളിയിലേക്ക് വരുമ്പോൾ സ്വലാത്ത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്ത്. ഇതൊന്നുമല്ലാത്ത സമയങ്ങളിൽ സ്വലാത്ത് നിർവഹിച്ചാൽ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹ് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലായികത്തുകളും ആ പ്രവാചകന്റെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സ്വലാത്ത് നബിയുടെ മേൽ ധാരാളം നിർവഹിക്കണം, നബിയുടെ മേൽ സലാം പറയണം എന്ന് ഖുർആൻ. എന്നിട്ട് സഹാബാ കിറാം ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് സലാം പറയാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എങ്ങനെയാണ് താങ്കളുടെ മേൽ സ്വലാത്ത് പ്രാർത്ഥന നിർവഹിക്കേണ്ടത് എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മളിപ്പോൾ ഖുത്ബയിൽ പറഞ്ഞതുപോലെ സാധാരണ സമയങ്ങളിൽ നമ്മൾ ചൊല്ലാറുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും കൂടിയുള്ള പടച്ചവന്റെ അടുക്കൽ നിന്നുള്ള സമാധാനം കിട്ടാൻ വേണ്ടിയുള്ള സ്വലാത്ത് ചൊല്ലിക്കൊടുത്തുകൊണ്ട് ആ സ്വലാത്ത് നിർവഹിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് മഹാനായ പ്രവാചകനെ ഞാൻ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാവും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് വദുകുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ. കണ്ടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുദ്ദീഖാണ് എന്ന് അല്ലാഹു പരിചയപ്പെടുത്താണ് ഖുർആനിൽ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുദ്ദീഖൻ നബിയ, ആ സുദ്ദീഖ് എന്ന നാമം അല്ലാഹു തആല മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ചാർത്തിക്കൊടുക്കുന്നത്, സന്തോഷത്തോടുകൂടി നമ്മെ അറിയിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ അടുക്കൽ ആ മഹാനായ പ്രവാചകനുള്ള സ്ഥാനം അല്ലാഹ് എങ്ങനെയാണ് ആ പ്രവാചകനെ സ്വീകരിച്ചത്? എങ്ങനെ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലാണ് അല്ലാഹു ഇത് പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹ് കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു. ഖലീൽ, കൂട്ടുകാരൻ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് ഖലീൽ. അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തുകയാണ്. 5 ഉലുൽ അസ്മിൽപ്പെട്ട പ്രമുഖന്മാരായ പ്രവാചകന്മാരെ എണ്ണിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ എണ്ണി പഠിപ്പിച്ചു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരെ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്തിലേക്ക് കടന്നു വന്നു ചരിത്രം രേഖപ്പെടുത്തി. 5 പ്രവാചകന്മാരെ പ്രത്യേക സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചു. ആ അലങ്കരിച്ച പ്രവാചകന്മാരിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല വഹയി പ്രകാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയും നാം അത് പഠിക്കുകയും ചെയ്തു. അങ്ങനെ എത്രയെത്ര പദവികളാണ് അല്ലാഹു തആല ഈ പ്രവാചകനായ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുള്ളത്. ഇറാഖിലെ ബാബിലോണിൽ ജനിച്ച ഈ പ്രവാചകനായിട്ടല്ലോ ജനിക്കുന്നത്. ആസർ എന്ന് പറയുന്ന ബിംബ കച്ചവടക്കാരനും ബിംബ നിർമ്മാതാവുമായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ബാബിലോണിൽ, ഇറാഖിലെ ബാബിലോണിൽ ഹൂർ എന്ന ഗ്രാമത്തിൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പിച്ച വെച്ച് വളരുന്നതും. ബിംബങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഉണ്ടാക്കി വെച്ച ബിംബങ്ങൾക്കിടയിലൂടെയായിരുന്നു കളി. അതിനിടയിലൂടെയാണ് പിച്ച വെച്ച് വളരുന്നത്.
ചെറുപ്പം മുതലേ കാണുന്നത് വീട്ടിൽ ഉപ്പയുടെ സുഹൃത്ത് വലയങ്ങളും ബിംബങ്ങൾ ഉണ്ടാക്കുന്നതും അത് റീറ്റെയിലായി ഹോൾസെയിലായി കച്ചവടം നടത്തുന്നതുമാണ് ആര് കാണുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പം മുതലേ കാണുന്നത്. ഒരു ബിംബ കച്ചവടക്കാരനും ബിംബാരാധകനും ബിംബ നിർമ്മാതാവുമൊക്കെയായ ഒരു ഉപ്പയുടെ മകനായിട്ടാണ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ പ്രവാചകനായി മാറിയ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതാകുന്നത് എന്ന് നമ്മൾ അറിയണം. പിന്നെ കല്യാണം കഴിച്ചപ്പോ സാറയെ വിവാഹം കഴിച്ചു, സാറ ബീവിയെ വിവാഹം കഴിച്ചു. പിന്നെ ഹാജറ തന്റെ ജീവിതത്തിലേക്ക് രണ്ടാമത്തെ ഭാര്യയായി വരുന്ന ചരിത്രം ഈ നമ്പറിൽ വെച്ച് തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ മിസ്റിലെ ആ പ്രബോധന ഘട്ടത്തിൽ, ദഅവത്തിന്റെ ഘട്ടത്തിൽ അവിടുത്തെ പരിസരത്തുള്ള ഒരു ഭരണാധികാരി ഈ രണ്ടുപേരെയും ബന്ദിയാക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോവുകയും ശാരീരികമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാകുന്ന സാറ ബീബിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം. പക്ഷേ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ ഉയർന്നു, സാറ ബീബിയിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നു, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നു. ആ ഭരണാധികാരിയുടെ ശരീരം മരവിച്ചുപോയി. എവിടെ നിന്ന് കിട്ടിയോ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകും ആക്കി കൊടുക്കാൻ പറഞ്ഞു. തിരിച്ചു കൊണ്ടുപോയി ആക്കിക്കൊടുക്കാൻ പട്ടാളം പോകുമ്പോൾ കൊട്ടാരത്തിലെ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ ഗിഫ്റ്റായി സാറയുടെ ഭർത്താവിന് സമ്മാനിക്കാൻ അല്ലെങ്കിൽ സാറക്ക് കൊടുക്കാൻ പറഞ്ഞ അങ്ങനെ ലഭിച്ചതാണ് ഹാജറ എന്ന് പറയുന്ന മഹദി. ആ മഹദിയെ പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രണ്ടാമത്തെ ഭാര്യയായി സ്വീകരിക്കുകയും അതിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുട്ടി ജനിക്കുന്നതും സാറ ബീവിയിലാണ് പ്രിയപ്പെട്ടവരെ ആര് ജനിക്കുന്നത്? ഇസ്ഹാഖ് എന്ന് പറയുന്ന മഹാനായ പിന്നീട് പ്രവാചകന്മാരായി മാറുന്ന മക്കൾ ജനിക്കുന്നതുമൊക്കെ. ചരിത്രം ഞാനിത് പറഞ്ഞത് ആ മഹാനായ പ്രവാചകന്റെ തുടക്കം അല്ലെങ്കിൽ ജീവിതത്തിന്റെ കണ്ടു വളരുന്നതും കേട്ടു വളരുന്നതുമൊക്കെ അനിസ്ലാമികമായിട്ടായിരുന്നു എന്ന കാര്യം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മളൊക്കെ ഇന്നൊരു മുസ്ലിമായ കുടുംബത്തിൽ ജനിച്ചിട്ട് മുസ്ലിമായ ഉപ്പയുടെ മുസ്ലിമത്തായ ഉമ്മയുടെ ഒരു മുസ്ലിം ചുറ്റുപാടിൽ നേരെ 5 നേരം പള്ളിയിലേക്ക് കൈപിടിച്ച് ഉപ്പയുടെ കൂടെ വരാൻ അവസരം കിട്ടിയ ആളുകളായി നമ്മളൊക്കെ വളർന്നിട്ടും നമ്മുടെ നാട്ടിലെ മക്കൾ വളർന്നിട്ടും എന്തുകൊണ്ടോ ആ വിശ്വാസരംഗത്തും ആരാധനാരംഗത്തും വിശ്വാസത്തിന്റെ ആ ദൃഢതയുടെ രംഗത്തുമൊക്കെ പതറിപ്പോകുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജീവിതത്തിലേക്ക് വിവേകമെത്തി അല്ലാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ധാരാളമായ പല പ്രാർത്ഥനകളും അതേ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പല പ്രാർത്ഥനകളും. ഇപ്പൊ മക്ക എന്ന് പറയുന്ന മണ്ണിലേക്ക് തന്റെ ഭാര്യയെയും ആ കുട്ടിയെയും കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു പോരാൻ പറയുമ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ അവിടെ കൊണ്ടുപോയി ആക്കി. ഭാര്യ ചോദിച്ച ഒരേ ചോദ്യമാണ്, ഒരുപാട് തവണ വിളിച്ചു, അവിടെ തന്നെയും തന്റെ കുട്ടിയെയും നിർത്തി തിരിച്ചു പോകുമ്പോ ഒരുപാട് തവണ പലതും ചോദിച്ചു, ഉത്തരമില്ല. തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. ഉടനെ വീണ്ടും ചോദിച്ചു, ഇത് അല്ലാഹ് കൽപ്പിച്ചതാണോ? ഇബ്രാഹിം, അല്ലാഹ് കൽപ്പിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞ് അതേ എന്ന് മറുപടി പറയുകയാണ്. എങ്കിൽ ഞാൻ എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരാരുമില്ലാത്ത മണൽക്കാട്ടിൽ അതെ ഹാജറയുടെയും മകന്റെയും ജീവിതം തുടങ്ങുന്നതൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടതും വായിച്ചതുമാണ്. ആ മണ്ണ് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചവനെ ഈ മണ്ണ് ഈ നാട് ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ അല്ലാഹ്. ആര് പ്രാർത്ഥിച്ചതാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇന്ന് മക്കയിലേക്ക് പോകുമ്പോ, ഇന്ന് കഅബാലയത്തിന്റെ പരിസരത്തേക്ക് പോകുമ്പോ ഇന്നും വലിയ പാറക്കെട്ടുകളാണ് ചുറ്റുഭാഗത്തും. പിന്നെ കുറെ ദൂരം സഞ്ചരിച്ചാൽ മണൽക്കൂനകളാണ്. ചെടികളില്ല, മരങ്ങളില്ല, പക്ഷികളില്ല, വെള്ളമില്ലാത്തൊരു സ്ഥലമായി കിടക്കുന്ന സ്ഥലത്ത് അല്ലാഹുവേ ഇതൊരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ അല്ലാഹ്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മിൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ നിന്നിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ഉപജീവന മാർഗവും അവർക്ക് വേണ്ട കൈക്കനികളും അവർക്ക് വേണ്ട റിസ്കിൽപ്പെട്ട ഭക്ഷണ വിഭവങ്ങളും
നീ ഇവിടെ വെച്ച് കൊടുക്കണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഇന്നൊരു നിർഭയത്വമുള്ള മണ്ണായി ആ പരിസരം നിലനിൽക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് എന്ന്, അതൊക്കെ അല്ലാഹുവിന്റെ ചില നടപടിക്രമങ്ങളിൽ പെട്ടതാണ് എന്ന് തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. എന്താ പ്രാർത്ഥന? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഇങ്ങനെ ആർക്ക്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ വിശ്വസിച്ചവർ കേട്ടോ, അതുപോലെ പാരത്രിക ലോകത്തിൽ വിശ്വസിച്ചവർക്ക് അവർക്ക് പടച്ചവനെ നീ ഇവിടെ ഉപജീവന മാർഗം നൽകണമെന്നും നിർഭയത്വം നൽകണമെന്നുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വ്യത്യസ്തമായ ശൈലിയിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രവാചകനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് ഒരു വ്യക്തിയായിട്ടല്ല. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഈ കുറുബയുടെ പരിസരത്ത് നന്നായി ദഅവത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അയാളുടെ ജീവിതത്തിന്റെ വലിയ ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ചിലപ്പോ നമ്മൾ പറഞ്ഞു പോകും അയാൾ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞു പോകാറുണ്ട്. ഇതൊരു മനുഷ്യന്റെ ശൈലിയാണ്, അത് നമ്മുടെ വിലയിരുത്തലാണ്. പക്ഷെ അല്ലാഹു തആല ഖുർആനിൽ ഒരു ഏക വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഉമ്മത്ത് എന്ന പ്രയോഗം നടത്തിയത്. ഖുർആനിൽ കാണാം, ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹിം, കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. അല്ലാഹു പ്രയോഗിച്ച വാക്ക് എന്താ അറിയോ? എന്താ പ്രയോഗിച്ചത്? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഇബ്രാഹിം നബി ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്, ഒരു പ്രസ്ഥാനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മളാരെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറയുകയില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സർവശക്തനായ അള്ള പ്രയോഗിച്ച വാക്കാണ് ഉമ്മത്ത് എന്ന പ്രയോഗം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം. മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ സ്ഥലത്തും മാതൃകയുണ്ട്. പഠിച്ച സത്യം. ഈ ഖുർബ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് പലർക്കും തൗഹീദ് അറിയാം, ഏകദൈവ വിശ്വാസം അറിയാം, ഏരസികരുതെന്നറിയാം. ജ്യോത്സ്യന്മാരെയും സിദ്ധന്മാരെയും ബീബിമാരെയും തങ്ങന്മാരെയും ഭോജമാരെയും സമീപിച്ച് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് പോകാൻ പാടില്ല എന്നറിയാം. അങ്ങനെ പോവാത്തവരുമായിരിക്കും. പക്ഷെ അത് അയൽവാസിയോട് പറയാൻ നമുക്കൊരു മടിയാണ്, കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയാൻ നമുക്കൊരു മടിയാണ്. തൗഹീദിന്റെ വെളിച്ചം നുകരാൻ സൗഭാഗ്യം കിട്ടിയിട്ടും ഇനി ഞാനത് പറഞ്ഞിട്ടൊരു പ്രശ്നം വേണ്ട എന്ന രൂപത്തിൽ മടിച്ചു നിൽക്കുന്നവരെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ഞാൻ പറഞ്ഞിട്ടൊരു പ്രശ്നമല്ല, നമ്മളാരോടും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, നമ്മളാരോടും പ്രിയപ്പെട്ടവരെ രോഷാകുലമായി സംസാരിക്കേണ്ട ആവശ്യമില്ല, ക്രോധിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ സത്യം സത്യമാണെന്നറിഞ്ഞിട്ട് എന്റെ ഉമ്മയും ബാപ്പയും വല്യമ്മയും വല്ലിപ്പയും ബന്ധുക്കളും കുടുംബ ബന്ധുമിത്രാദികളിൽപ്പെട്ടവരും നരകമെന്ന് പറയുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും ദഅവത്തിന്റെ ഭാഗമാണ്, നിർബന്ധമായ കാര്യമാണ്. ആ നിലക്ക് നമ്മളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ എന്തു മാതൃകയാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കണം. ബാപ്പയോട് പറയുന്നത്, മാതാപിതാക്കളോട് പറയുന്നത് ഒക്കെ ഖുർആനിലുണ്ട്. ഇത് ഖാല ലി അബീഹി, തന്റെ ബാപ്പയോട് സംസാരിച്ച സന്ദർഭം, പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? സ്വന്തം ഉപ്പാനോട് പറയാണ്, യാ അബത്തി, ദേഷ്യപ്പെട്ടിട്ടില്ല, ഇല്ല, ബാപ്പയോടുള്ള ആദരവും ബഹുമാനവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ പ്രയോഗം തന്നെ എന്റെ പൊന്നാര ഉപ്പാന്നാണ്. യാ ബുനയ്യ, എന്റെ പൊന്നാര മോനെ, യാ അബത്തി, എന്റെ പൊന്നാര ഉപ്പ. ഇബ്രാഹിം നബി തന്റെ ബാപ്പയെ വിളിക്കുകയാണ്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ. ഉപ്പാ, നിങ്ങൾ എന്തിനെയാണ് ഈ ആരാധിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന ബിംബം, നിങ്ങൾ കച്ചവടം നടത്തുന്ന ബിംബം, നിങ്ങൾ ഇത് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബം, പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിംബം, ലിമ തഅബുദു മാ ലാ യസ്മഉ, കേൾക്കാത്ത ഒന്നിനോടാണോ? ആണോ? വല യുബ്സിറു, കാണാത്ത ഒന്നിനോടാണോ? വല യുഗ്നി അൻക ശൈഅ, ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒന്നിനോടാണോ? ഉപ്പാ, നിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിയം സൂറത്തിൽ കാണാം. അപ്പക്ക് ദേഷ്യം വരികയാണ്. ബാപ്പ ഈ ബിംബത്തെ കച്ചവടം നടത്തി വിറ്റ് കിട്ടിയ കാശോടൊക്കെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ സ്വന്തം നടത്താനായപ്പോ ധിക്കാരം ചെയ്യാനെന്ന് തോന്നുകയാണ് ബാപ്പാക്ക്. ബാപ്പാക്ക് ദേഷ്യം വരികയാണ്. എന്നെ പഠിപ്പിക്കാൻ ആയോ എന്ന് തോന്നലുണ്ടാവുകയാണ്.
പക്ഷേ മാന്യമായി പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ ബത്തി ലാ തഅബുദു ശൈത്താൻ, ഉപ്പ നിങ്ങള് പിശാചിനെ ആരാധിക്കല്ലേ, ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. കണ്ടോ, കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഒരു സ്ഥലത്തല്ല, തുടർച്ചയായി പല ശൈലിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാപ്പാനോട് പറഞ്ഞു, എനിക്ക് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറയല്ല ഉപ്പ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കില്ല, എനിക്കൊരു ബോധനം കിട്ടിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഇൽമ കിട്ടിയിട്ടുണ്ട്. ഉപ്പ, നിങ്ങളുടെ മകൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എന്റെ ഇഷ്ടപ്രകാരം പറയുകയില്ല, എനിക്ക് കിട്ടിയ ഇൽമ അനുസരിച്ച്, അതേ ബോധനമനുസരിച്ച്, വഹി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ബാപ്പാക്ക് ദേഷ്യം വന്നു. ബാപ്പ ചോദിച്ചു, അല്ല, ഞാനിപ്പോ ഇതുവരെ ആരാധിച്ചു കൊണ്ടിരുന്ന ഇലാഹിനെ മാറ്റി നിർത്തണമെന്നാണോ നീ പറയുന്നത്, വെറുക്കണമെന്നാണോ പറയുന്നത്, കുറ്റപ്പെടുത്തുകയാണോ നീ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചിട്ട് പറഞ്ഞു, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. കണ്ടോ, നീ ഏർപ്പാട് നിർത്തി എന്റെ മുമ്പിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ, ഈ സംസാരം അവസാനിപ്പിച്ച് എന്റെ മുന്നിൽ നിന്ന് മറഞ്ഞു പോയിട്ടില്ലെങ്കിൽ നിന്നെ എറിഞ്ഞ് ആട്ടി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വീട്ടിൽ നിന്ന് പുറത്താക്കണേ, ഇറങ്ങാൻ പറയണേ. ഇവിടെ പരിസരത്ത് കണ്ടാൽ കല്ലെടുത്തെറിഞ്ഞ് ആട്ടി ഓടിക്കുമെന്ന് പറയുകയാണ്. ജന്മം നൽകാൻ കാരണക്കാരനാക്കി റബ്ബ് നിശ്ചയിച്ച ബാപ്പയാണ് മകനോട് പറയുന്നത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ. ഇന്നും കാണാൻ നമുക്ക് ഈ പ്രയാസം ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചോ, ഉപ്പാനോടും ഉമ്മാനോടും, ഉമ്മ ഈ ഖബറിൽ കിടക്കുന്ന ആളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അവരോട് ഇസ്തിഗാസ നടത്തരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അവിടുന്ന് കിട്ടുന്ന ഒരു നൂലോ ഏലസോ ശരീരത്തിൽ കെട്ടി അതിൽ അഭയം തേടരുത്, പറയേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് എന്ന് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ കാര്യം ബോധ്യപ്പെട്ട ചില യുവതികൾ പറയുമ്പോ, മരുമകൾ പറയുമ്പോ, അതേ വീട്ടിലേക്ക് വന്ന പുതിയാപ്പിള പറയുമ്പോ അവരെ ദേശത്തോടുകൂടി സംസാരിക്കുകയും ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്നും കേട്ടിട്ടുണ്ട്. ഇതിപ്പോ തുടങ്ങിയതല്ല. തൗഹീദ് പറഞ്ഞാൽ തൗഹീദ് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഒരു പ്രയാസം, അതെപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെ സോൾവ് ആവും. പക്ഷേ ഏകദൈവ വിശ്വാസം ശക്തമായി പറഞ്ഞാൽ അത് അംഗീകരിക്കാത്ത ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസമാണ്, ശത്രുക്കളാക്കി മാറ്റിയാണ്. സത്യത്തിൽ ഇതുകൊണ്ട് പറയുന്ന എന്തെങ്കിലും ലാഭമുണ്ടോ? ഭൗതികമായ എന്തെങ്കിലും, നീ അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും ലാഭമുണ്ടോ? കുടുംബത്തോട് പറഞ്ഞാൽ, കുടുംബം അത് അംഗീകരിച്ചാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്ത് ലാഭമാണ് ഈ ദുനിയാവിൽ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. പക്ഷേ എന്തൊരു വെറുപ്പാണ് തോന്നാറുള്ളത്, എന്തൊരു ദേഷ്യമാണ് തോന്നാറുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകുടുംബങ്ങളെ മലഞ്ചെരിവിലേക്ക് വിളിച്ചു വരുത്തി ഈ തൗഹീദ് പറഞ്ഞപ്പോഴാണ് അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ്, നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശം. അലിഹാദാ ജമഅതനാ, ഇത് പറയാനാണോ താങ്കൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത്? ഇതുവരെ ആളുകൾ വിളിച്ചത് എന്താ അറിയോ? അൽ-അമീൻ, വിശ്വസ്തൻ. നാട്ടിൽ പ്രശ്നം ഉണ്ടായ ആളുകൾ പറയാ, നമുക്ക് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ വിളിക്കാം, നബിയല്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ നബിയുടെ പേര് എപ്പോ കേട്ടാലും ചെറുപ്പത്തിലെ കഥ പറയുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് നമുക്ക് നബിയായിട്ടാണ് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ശരി, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് അവിടുത്തെ ആളുകൾ പറഞ്ഞാ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതിരു പ്രശ്നമുണ്ട്, നമുക്ക് അബ്ദുള്ളയുടെ മകനെ വിളിക്കാം, നല്ലൊരു മനുഷ്യനാ, വിശ്വസിക്കാൻ പറ്റും, കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, നമുക്ക് അബ്ദുള്ളയുടെ മകനെ ഏൽപ്പിക്കാം എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് അവരൊക്കെ വിളിച്ചിട്ട് അള്ളാനെ മാത്രം ആരാധിക്കണം, ബിംബങ്ങൾ ആരാധിക്കരുത്, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഖബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥന നടത്തരുത് കേട്ടോ എന്ന് തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ അവര് ചോദിച്ചു, ഇത് പറയാനാണോ താങ്കൾ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതുവരെ ഞങ്ങൾ ആരാധിച്ചു പോകുന്ന മുഴുവൻ ദൈവങ്ങളെയും വിട്ടുകളയണമെന്നാണോ താങ്കൾ പറയുന്നത്? ദേഷ്യപ്പെട്ടു, ചൂടായി, കുടുംബക്കാർ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ നമസ്കരിക്കുമ്പോൾ കഴുത്തിലേക്ക് അവർ എറിഞ്ഞു. എന്ത് തെറ്റാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് ചെയ്തത്? ഒരു കുറ്റം നബിയെ കുറിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പറയാനുണ്ടോ? ഇന്ന് പലതും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വ്യക്തിപരമായി നബിയെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ടായിരുന്നു ഇല്ല. പക്ഷെ തൗഹീദ് പറഞ്ഞപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതിന്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് മഹാനായ പ്രവാചകനോട് വാപ്പ പറഞ്ഞതാ, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇവിടുന്ന് വിട്ടുപോയിട്ടില്ലെങ്കിൽ എറിഞ്ഞ് ആട്ടി ഓടിക്കേണ്ടി വരും. ഇബ്രാഹിം നബി എന്താ പറഞ്ഞു? ബാപ്പ പറയാൻ പോയിക്കോന്ന്. ഇതിന്റെ പേരില എനിക്ക് ഇനി സ്വത്തില്ല, എന്റെ വീട്ടിൽ പ്രവേശനമില്ല കേട്ടോ, ഇവിടെ സ്വത്ത് ചോദിച്ചു വരണ്ട, എന്റെ ഓഹരി ചോദിച്ചു വരണ്ട, എന്റെ മരണശേഷം നീ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, പൊരുത്തല്ല. എന്താ പൻ ചെയ്തത്? ബാപ്പ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, ഔലിയാക്കന്മാരെ ആദരിക്കണം, ആ അമ്പിയാക്കന്മാരെ ബഹുമാനിക്കണം, അനുസരിക്കണം, വലിയ വലിയ പണ്ഡിതന്മാരെ ആദരിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. പക്ഷെ അവരെ ആരാധിക്കരുത്, അവരോട് പ്രാർത്ഥിക്കരുത്, അവരുടെ ഖബർ കെട്ടിപ്പൊക്കരുത്, അവരുടെ ഖബറിന്റെ മുമ്പിൽ ചെന്ന് അവരോട് സങ്കടം പറയരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ശരി ചിരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ബാപ്പാക്ക് അള്ളാഹു സത്യം മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങാനാണ് നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃക കാണിച്ചു തരുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല സലാമുൻ അലൈക്. ബാപ്പാ, നിങ്ങളോട് ഞാൻ കൂടുതൽ തർക്കിച്ച്, നിങ്ങളോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കാൻ ഞാനില്ല കേട്ടോ. സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞതല്ല എന്റെ അർത്ഥം. സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. സഅസ്തഗ്ഫിറു ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ഉപ്പാ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി കാര്യം മനസ്സിലാക്കാനും നിങ്ങൾക്ക് നേരാവണ്ണം കാര്യങ്ങളെ ഗ്രഹിക്കാനും കഴിയട്ടെ എന്ന് പറയുകയും സഅസ്തഗ്ഫിറു ലക, താങ്കൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് പറഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ അത് അള്ളാഹ് പിന്നെ തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ വാക്കല്ല ഖാല സലാമുൻ അലൈക എന്നതല്ല, സഅസ്തഗ്ഫിറു ലക എന്നത് പിന്നീട് മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരുത്തു പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിരുത്ത് എന്താണ്? ജീവിച്ചിരിക്കുമ്പോ വാപ്പാക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുമ്പോ ഉപ്പ തൗഹീദില്ലാത്ത ആളാ, ഉമ്മ തൗഹീദില്ലാത്ത ഉമ്മയാണ്. തൗഹീദ് കിട്ടാനും ദീന് കിട്ടാനും പരലോകത്ത് രക്ഷപ്പെടാനും ഹിദായത്ത് കിട്ടാനും നിരന്തരമായി പ്രാർത്ഥിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നും പ്രാർത്ഥിക്കും, നബിയോട് എന്നും പറയും, എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, എന്റെ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് ഹിദായത്ത് കിട്ടാൻ. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ മുസ്ലിമത്തായ വിവരമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്ന ആ സന്തോഷ ചരിത്രത്തിൽ കാണാം. അങ്ങനെ പ്രാർത്ഥിക്കാം. എന്നാൽ വാപ്പ ദീന് സ്വീകരിക്കാതെ, ഉമ്മ ദീന് സ്വീകരിക്കാതെ മരിച്ചു പോയാൽ ആ മരണശേഷം ഉമ്മക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ എന്ന ഇസ്തിഗ്ഫാർ നടത്താൻ മുസ്ലിമായ ഒരു മകന് ഒരു മകൾക്ക് അധികാരമില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബിയോട് കാര്യമൊക്കെ പറഞ്ഞ് സമാധാനത്തിൽ ബാപ്പാനോട് പറഞ്ഞിറങ്ങി. പക്ഷെ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം എന്നതിനെ തിരുത്തണമെന്ന് ഖുർആൻ പിന്നീട് സൂചിപ്പിക്കുന്നതും പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നതും ഒക്കെ ചരിത്രത്തിലും തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഗൗരവമുള്ള കാര്യമാണ് ദീന് എന്നത്. അതിന്റെ അടിത്തറ തൗഹീദാണ്. ഇസ്ലാമിന്റെ അടിത്തറ ബേസ് തൗഹീദാണ്. ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രത്യേകത. വേറെ ഏതൊക്കെ ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും അറിയപ്പെടുന്നതായിട്ടുണ്ടോ, എല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏകദൈവ വിശ്വാസമാണ്. ഒരൊറ്റ റബ്ബ് അല്ലേ, ആ റബ്ബിലേക്ക് എത്താൻ ഇല്ല. അതിനിടയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മീഡിയേറ്റർമാർ ആവശ്യമില്ല. എന്നെ സംവിധാനിച്ചത് എന്റെ റബ്ബാണ്. എനിക്ക് ശരീരം നൽകിയത്, എന്റെ ഇന്നും എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും പിടിപ്പും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. ഞാൻ എവിടെ ജനിച്ചു എന്ന് തീരുമാനിച്ചതും ജനിക്കാനുള്ള അവസരം ഒരുക്കിത്തതും റബ്ബാണ്. ഞാൻ എവിടെ വെച്ച് മരിക്കുമെന്ന് തീരുമാനിച്ചത് റബ്ബാണ്. ആ റബ്ബിനോട് ഡയറക്റ്റായി എന്റെ മുഴുവൻ പ്രശ്നങ്ങളും പറയുക. അതിനിടയിൽ ഒരാളെയും വെക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല ഇമാം, നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ല ദീനി കൂട്ടുകാരനായ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ടവർ, അവരോടൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതിനൊരു പ്രശ്നമില്ല. ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, അവർ ദുആ ചെയ്യട്ടെ. അത് മാത്രമല്ല, നമുക്ക് തവസ്സുൽ ചെയ്യാനുള്ള അവകാശവും അല്ലാഹുവിന്റെ പ്രവാചകനും അല്ലാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ റബ്ബിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമുക്ക് ദുആ
ചെയ്യാം. ഗുഹയിൽ കുടുങ്ങിപ്പോയ ആളുകൾ പ്രാർത്ഥിച്ച പോലെ അള്ളാഹുവിന്റെ നാമങ്ങളെ വെച്ച് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും റബ്ബിലേക്ക് നേരിട്ട് പ്രാർത്ഥന നടത്തുക, ഇബാദത്ത് നടത്തുക എന്നതാണ് മുസ്ലിമിന്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കണ്ട ഒരുപാട് നല്ല നല്ല ക്വാളിറ്റിയുള്ള സംസാരങ്ങൾ, പ്രവർത്തികൾ, ജീവിത ശൈലി അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം എന്നതാണ് ഈ ഖുത്ബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വല്ലാത്തൊരു അനുസരണശീലം മഹാനായ ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹ് ഒതുങ്ങണമെന്ന് പറഞ്ഞ ഒതുങ്ങി. പിന്നെ രണ്ടാമതൊരു ചോദ്യമല്ല, ഖുർആനിൽ കാണാം, ഇദ് ഖാല ലഹു റബ്ബുഹു. ആ മഹാനായ പ്രവാചകനോട് അല്ലാഹ് പറഞ്ഞ സന്ദർഭം എന്ത്? അസ്ലിം, താങ്കൾ മുസ്ലിം ആവണം. ഇബ്രാഹിം നബി മുസ്ലിം അല്ലേ? ആണ്. ഒന്നുകൂടി അല്ലാഹ്ക്ക് വേണ്ടി കീഴൊതുങ്ങണം. ഈ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ മുമ്പിൽ മനസ്സാ വാച കർമ്മണ കീഴൊതുങ്ങുക. ചോദ്യം അള്ളാഹ് പറഞ്ഞതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഖുർആനിൽ വന്ന കാര്യമാണ്, ഇതിനൊരു സംശയമില്ല, അത് അള്ളാന്റെ വാക്കാണ്. ഹദീസിൽ വന്ന കാര്യമാണ്, അതിൽ സ്വഹീഹാണെന്ന് ഉറപ്പായാൽ പിന്നെ സംശയമില്ല, അതും വഹ്യാണ്. അതാ പ്രത്യേകത. ഖുർആനിൽ പിന്നെ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ അള്ളാന്റെ കലാമാണ്. ഹദീസോ അതിലേക്ക് ലഈഫും ദുർബലമായതും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, ഇതിന്റെ പരമ്പര ക്ലിയർ ആണോ, ഇത് സ്വഹീഹാണോ, ക്ലിയർ ആണ് എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരം. എന്താ അങ്ങനെ ചോദ്യമല്ല. ദുഹർ എന്താ 4, അങ്ങനെയാണ് ദീന് പറഞ്ഞു. അസർ എന്താ 4, അങ്ങനെ ദീന് പറഞ്ഞു. മഗ്രിബ് എന്താ 3, ഇശാ എന്താ 4, സുബ്ഹി എന്താ 2, ചിലതെന്താ ഉറക്കനോദനം, ഇതിലൊന്നും ചോദ്യമല്ല. അതൊന്നും നമുക്ക് എവിടെയെങ്കിലും ഇട്ടിട്ട് ഒരു ഫാക്ടറിയിൽ വെച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ഫാക്ടറിയിൽ എന്താ അങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അത് അള്ളാഹ് പറഞ്ഞതാണ്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്താ അങ്ങനെ, ഇതിനിപ്പോ ചെറിയ ചിലക്കല്ലോണ്ട് എറിയാൻ പറഞ്ഞത്? അള്ളാന്റെ ഓർഡറാണ്, അനുസരിക്കുക. ശൈത്താൻ എറിഞ്ഞതല്ലേ? ആണ്. അതിനെ ഓർമ്മപ്പെടുത്തിയിട്ടല്ലേ, അതിനെ സ്മരിച്ചോണ്ടല്ലേ എറിയുന്നത്. അപ്പൊ പിന്നെ ഈ ചെറിയ ചരക്കല്ലോണ്ട് എറിഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ചിന്തിച്ചിട്ട് പാകിസ്ഥാനികൾ ചെരുപ്പും വലിയ കല്ലൊക്കെ എറിയണത്, ചെരുപ്പ് കൂടിയിട്ട് എറിയ. അവര് പറയണതാണ് ശൈത്താൻ എറിയാണ്, ചരക്കല്ലിങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. അതാണ് നമ്മളെ ബുദ്ധിയിലിട്ടിട്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഇസ്ലാമിൽ. അതാണ് അള്ളാന്റെ മതത്തിന്റെ പ്രത്യേകത. ദീനിൽ എന്താ അങ്ങനെ ചെയ്താല് പോലീസ് അറസ്റ്റ് ചെയ്യില്ല, രാജ്യത്തിന്റെ നിയമവിരുദ്ധമാണ്. അല്ല, ദീനിൽ എന്താ അങ്ങനെ ചെയ്താൽ ചോദ്യമല്ല, ചെയ്യാൻ പാടില്ല. നിൽക്കട്ടെ, അത് നമുക്ക് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല അസ്ലിം, താങ്കൾ കീഴൊതുങ്ങണം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി ഉടനെ മറുപടി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഞാനിതാ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ. 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ അല്ലാഹു തആല ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി പറയാണ്, ഞാനിതാ റബ്ബിന്റെ മുമ്പിൽ സർവാത്മനാ കീഴൊതുങ്ങിയിരിക്കുന്നു. ഭാര്യനി കുട്ടിനി മണൽക്കാട്ടിലെ മക്കത്ത് കൊണ്ടുപോയി ആക്കണം എന്ന് പറഞ്ഞപ്പോ പടച്ചോനെ ഒറ്റക്കാവൂലേ ചോദിച്ചില്ല. അള്ളാന്റെ ഓർഡറാണ്, അനുസരിച്ചു. മോനെ അറുക്കണം, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, മോനെ അറുക്കണം. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്. അല്ലേ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു. പടച്ചോന്റെ ഭാഗത്തുനിന്ന് സ്വപ്നം വന്നു ഇബ്രാഹിം നബിക്ക്, തന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കണം. പടച്ചോനെ എന്തിനാ അങ്ങനെ ചോദിച്ചില്ല. പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറഞ്ഞു, മോൻ അനുസരിച്ചു. മോൻ അതിനു വേണ്ടി കിടന്നു കൊടുത്തു. ഉമ്മാന്റെ അടുത്ത് നിന്ന് ദൂരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, ചെരിച്ച് കിടത്തണമെന്ന് പറഞ്ഞു, കത്തിമൂർച്ച കൂട്ടണമെന്ന് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു വേണ്ട. ഇതൊക്കെ ചില ആളുകളുണ്ട്, ഇതൊക്കെ ഇബ്രാഹിം നബിക്ക് ആദ്യം അറിയായിരുന്നു. പിന്നെന്ത് ത്യാഗമുള്ളത്, പിന്നെ അതിലെന്ത് ത്യാഗമുള്ളത്? അതാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഒരു ഡ്രാമയോ നാടകമൊന്നും അല്ല. ഇല്ല, അല്ലാഹു തആലയുടെ കൽപ്പനയെ പരിപൂർണമായി അനുസരിക്കുകയാണ്. ആ നിലക്ക് സഹോദരങ്ങളെ, അനുസരണ ബോധം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ സ്മരിക്കുന്ന നമ്മളിലേക്ക്
അള്ളാഹുവിനനുസരിക്കുന്ന രീതി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബലിപെരുന്നാളിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് ഇവിടെ ബോർഡിൽ ഇട്ടതുപോലെ ആ സമയം നോക്കി നിങ്ങൾ എല്ലാവരും രാവിലെ പള്ളിയിൽ വെച്ചിട്ടാണ് പെരുന്നാൾ നമസ്കാരം. നമ്മൾ ഈദ്ഗാഹ്, ചെറിയ പെരുന്നാൾ ഈദ്ഗാഹായിരുന്നു. വലിയ പെരുന്നാൾ പള്ളിയിൽ മിക്കവാറും മഴക്കൊക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് പള്ളിയിൽ വെച്ചാണ് നമസ്കാരം നിർവഹിക്കുന്നത്. അതുകൊണ്ട് നടന്നു വരാൻ പറ്റുന്നവർക്ക് നടന്നു വരാം. കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വരേണ്ടത്. തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിക്ക് പോകാൻ പറ്റുന്നവർ മറ്റൊരു വഴിയിലൂടെ പോവുകയും കൂടുതൽ ആളുകളിലേക്ക് പെരുന്നാളിന്റെ ആശംസകൾ പറയുകയും കൂടുതൽ ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളെയും ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അതുപോലെ ഈദ്ഗാഹിലാണെങ്കിൽ വേറെ സുന്നത്ത് നമസ്കാരം ഒന്നുമില്ല. പള്ളിയിലാണെങ്കിൽ നമുക്ക് തഹിയ്യത്ത്, പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നമസ്കരിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോ ആ നിലക്ക് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പെരുന്നാളിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പിന്നെ പെരുന്നാളിന്റെ ബലികർമ്മത്തിന് ആ നിയ്യത്ത് വെച്ച ആളുകൾ ആ കാര്യങ്ങളൊക്കെ പിന്നെ ഭംഗിയായി പൂർത്തീകരിക്കാനും അള്ളാഹു സ്വീകരിക്കാനും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ കെട്ടിപ്പടുക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടും ആ കഅബ പടുത്തുയർത്തുന്നതിനിടയിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആനിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹ് പറഞ്ഞിട്ടാണ് നമ്മൾ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ബലികർമ്മത്തിന് ഒരുങ്ങുന്നത്. പ്രാർത്ഥന അവിടെ മനസ്സിൽ പടച്ചോനെ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഈ അർത്ഥത്തിൽ നല്ല ഒരു ആത്മാർത്ഥമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരു പെരുന്നാളിനെ മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ അയൽവാസികളോ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ടവരോ പുത്തനൊടുപ്പ് കൊടുക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി സഹായിക്കണം. അവരെയും കൂടി ഈ സന്തോഷത്തിന്റെ ദിവസം നമ്മുടെ കൂടെ പങ്കാളികളാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. തൗഹീദിന്റെ വിളംബരം നടത്തിയ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ സ്വർഗീയ പൂങ്കാവനത്തിൽ നമുക്ക് ചെന്നു ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനർ റിയാ, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനൻ നിഫാഖ്, അല്ലാഹുമ്മ ഖല്ലിസ് ഖുലൂബനാ മിനശ് ശിർക്ക് വൽ കുഫർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.